പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഫെബ്രുവരി 28-ന് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഫെബ്രുവരി 28-ന് രാവിലെ 8-ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രനും മന്ത്രി കെ രാജനും മറ്റു മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരിക്കും സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങളുടെ ആദ്യ സന്ദർശനം. ജിറാഫ് ഉൾപ്പെടെയുള്ള വിദേശ മൃഗങ്ങളെ കൊണ്ടുവരുന്നതിലേക്ക് 4 കോടി രൂപ അഡ്വാൻസ് നൽകിയതായി മന്ത്രി പറഞ്ഞു. സുവോളജിക്കൽ പാർക്കിൽ എത്തുന്നവർക്ക് ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുന്നതിനായി കഫറ്റീരിയയും 4 ഫുഡ് കിയോസ്കുകളും ടോയ്ലറ്റ് ബ്ലോക്കുകളും സജ്ജമായതായി മന്ത്രി പറഞ്ഞു. പെറ്റിംഗ് സൂ 2026 മാർച്ച് മാസത്തിൽ പണി തുടങ്ങി 3 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും സുവോളജിക്കൽ പാർക്കിലേക്കുള്ള പ്രവേശനം. തിങ്കളാഴ്ചകളിൽ സുവോളജിക്കൽ പാർക്കിന് അവധിയായിരിക്കും. മുതിർന്നവർക്ക് 100 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 50 രൂപയും ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് പ്രവേശനം സൗജന്യവുമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കിൻഡർ ഗാർഡൻ, LKG, UKG മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് 30 രൂപ നിരക്കിലും 20 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അല്ലെങ്കിൽ ജീവനക്കാരൻ എന്ന നിലയിൽ ഒരാൾക്ക് 30 രൂപ നിരക്കിലും പ്രവേശനം അനുവദിക്കും. ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിങ്ങിനായി 25 രൂപയും ഓട്ടോറിക്ഷകൾക്ക് 30 രൂപയും കാർ അല്ലെങ്കിൽ ജീപ്പ് എന്നിവയ്ക്ക് 100 രൂപയും 32 സീറ്റുകൾ വരെയുള്ള വാൻ അല്ലെങ്കിൽ ടെമ്പോ അല്ലെങ്കിൽ മിനി ബസ് എന്നിവയ്ക്ക് 175 രൂപയും ബസ്സുകൾക്ക് 250 രൂപയും പാർക്കിംഗ് ഫീസായി നൽകണം. സ്റ്റിൽ ക്യാമറയ്ക്ക് 350 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 750 രൂപയും ക്ലോക്ക് റൂമിന് 25 രൂപയുമാണ് ടിക്കറ്റ് നിരക്കായി നിശ്ചയിച്ചിട്ടുള്ളത്. സുവോളജിക്കൽ പാർക്ക് ചുറ്റിക്കാണുന്നതിനായി KSRTCയുടെ 2 non-AC ഇലക്ട്രിക് ബസ്സുകൾ സജ്ജമായതായും മന്ത്രി പറഞ്ഞു. ഈ ബസ്സുകളിൽ മുതിർന്നവർക്ക് 50 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 25 രൂപയുമായിരിക്കും ടിക്കറ്റ് നിരക്കെന്നും മന്ത്രി അറിയിച്ചു.